ഗൂഗിൾ മാപ്പ് വഴി തെറ്റായി കാണിച്ചതിനെ തുടർന്ന് കാർ യാത്രികനായ പാസ്റ്റർ വനത്തിൽ കുടുങ്ങി. തിരുവല്ല സ്വദേശിയായ സജി ചെറിയാൻ ആണ് വഴിതെറ്റി വനത്തിൽ കുടുങ്ങിയത്. പത്തനംതിട്ട മാങ്കോട് നിന്ന് തിരുവല്ലയിലേക്ക് പോകാനായി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് സജി വനത്തിൽ കുടുങ്ങുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഇതെന്തോ കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പാസ്റ്റർ മാങ്കോട് എവിടോ ചർച്ചിൽ പറയുന്ന ഒരു ചരിവിൽ വന്ന് വണ്ടി ഒരു കുഴിയിലോട്ട് കൊക്കയിലേക്ക് ചരിഞ്ഞ് കിടക്കുകയാണ്. പോലീസ് മണിക്കൂർ അങ്ങനെ ഇരുന്നിട്ട് കാലെടുത്ത് ഞാൻ അതോട് നോക്ക്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജോ, ഗൂഗിൾ മാപ്പ് കൊടുത്തത് 8ന്റെ പണിയാണല്ലോ. അനൂപ്, 8ന്റെ മാത്രമല്ല 16ന്റെ പണിയാണെന്ന് പറഞ്ഞാലും അതിനകത്ത് അത്ഭുതപ്പെടാനില്ല. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ച് പല ആളുകളും അപകടത്തിൽപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിന് സമാനമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഭീകരതയുണ്ടാക്കുന്ന ഒരു അപകട വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. തിരുവല്ല സ്വദേശിയായിട്ടുള്ള ഒരു പാസ്റ്റർ തിരുവല്ലയിൽ നിന്ന് മാങ്കോടിലെ ഒരു പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാവിലെ പോകുന്നു. ആ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരികെ മാങ്കോട് നിന്ന് തിരുവല്ലയിലേക്ക് പോകാനായിട്ട് ഗൂഗിൾ മാപ്പ് ഇടുന്നു. ഗൂഗിൾ മാപ്പ് ഇട്ട സമയത്ത് മഴയുണ്ടായിരുന്നു, മറ്റു പല സ്ഥലത്തും ട്രാഫിക് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാവാം പാസ്റ്റർ മാങ്കോടിലേക്ക് പോയ വഴിയല്ല കാണിച്ചത് തിരുവല്ലയിലേക്ക്. മാങ്കോട് നിന്ന് തിരുവല്ലയിലേക്ക് പോകാൻ മറ്റൊരു വഴിയാണ് കാണിച്ചത്. ആ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഈ പാസ്റ്റർ സജി ചെറിയാൻ യാത്ര തുടർന്നത്. അങ്ങനെ തുടർന്ന യാത്ര കോന്നി കള്ളിപ്പാറയ്ക്ക് സമീപം വനത്തിലേക്കാണ് ചെന്ന് പതിച്ചത്. സാധാരണ നിലയിൽ ഫ്രണ്ട് ഗിയർ ഉള്ള വണ്ടി മാത്രമാണ് ഈ പറയുന്ന റോഡിലൂടെ കടന്നു പോകുന്നത്. 4 വീലുള്ള വാഹനങ്ങൾ കടന്നു പോകുമെങ്കിലും പോലീസിന്റെ ജീപ്പ് അടക്കം പോലും കയറിപ്പോകാൻ അസാധ്യമായിട്ടുള്ളൊരു വഴിയാണ്. അവിടെയാണ് ബൊലേനോ കാറും കൊണ്ട് ഈ പാസ്റ്റർ ചെന്ന് കയറിയത്. ഇതിനകത്തൊക്കെ ഒരു അസ്വാഭാവികത പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ പാസ്റ്റർ വഴിതെറ്റി ഈ കള്ളിപ്പാറ എന്ന് പറയുന്ന വനമേഖലയിലേക്ക് ചെന്ന് കയറുകയായിരുന്നു. അവിടുന്ന് ഈ കള്ളിപ്പാറയിൽ നിന്ന് റോഡ് തീർന്ന സ്ഥലത്ത് നിന്ന് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊക്കയിലേക്ക് കാറ് മറിയാനും തുടങ്ങി. അതിനിടയ്ക്ക് പാസ്റ്റർ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ എന്തായാലും ഈ പാസ്റ്ററെ സ്ഥലത്ത് നിന്ന് രക്ഷിച്ച് കൂടൽ പോലീസ് സജി ചെറിയാനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞു വിട്ടിട്ടുണ്ട്. കൊക്കയിലേക്ക് മറിയാറായി നിൽക്കുന്ന കാർ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. നാളെ ആ കാറ് അവിടുന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആനയും പുലിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ ഉള്ള സ്ഥലത്താണ്, അതായത് കള്ളിപ്പാറ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വനമേഖലയാണ്, വലിയ തരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ട്. ആ വന്യമൃഗങ്ങളുള്ള സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ്. ശരി, എന്തായാലും പാസ്റ്റർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പോലീസ് എത്തി, വനംവകുപ്പ് എത്തി അവിടുന്ന് രക്ഷിച്ചു. മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന വഴിയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിജോ കുര്യൻ, പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.